समारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे परम्पराम्. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നാരദ ഭക്തിസൂത്രങ്ങൾ അതുപോലെ തന്നെ ഉപനിഷത്തിൽ കലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോണത്. ഉപനിഷത്ത് പഠിക്കുന്ന നമ്മെ സംബന്ധിച്ച് നാരദ ഭക്തിസൂത്രങ്ങൾ അതിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് വേറൊരാൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ നാരദ ഭക്തിസൂത്രങ്ങൾ എങ്ങനെയായിരിക്കും? ഭക്തി പ്രധാനമായിട്ടായിരിക്കും. ഓരോരുത്തരും ഏതൊരു മാർഗത്തിലൂടെയാണോ ചരിക്കുന്നത് അവരുടെ ഒരു മനോഭാവം ഏത് ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പസ്വല്പമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഗുണം ഉള്ളൂ, ഏതും എത്തിച്ചേരുന്നത് അഥവാ എത്തിച്ചേരേണ്ടത് അതാണല്ലോ. അതുകൊണ്ട് ആ പരംതത്വത്തെക്കുറിച്ച് പരംതത്വത്തിലെത്താൻ നമുക്ക് അതിൻ്റെ ഇപ്പം പോകുന്ന പോലെ തന്നെ പോവാം. ഇത് പറയാൻ കാരണം ഇപ്പം അടുത്ത് ഈ നാരദ ഭക്തിസൂത്രങ്ങളുടെ ഒരു വേറെ വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം കാണാനിടയായി. അതിൽ തീർത്തും ആചരണ വിശേഷങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിൽ വളരെ രസകരമായിട്ട് തോന്നിയത് വൈകുന്നേരം ഭസ്മം തൊടാൻ പാടില്ല, നനച്ചു തൊടാൻ പാടില്ല. അതിൻ്റെ കാരണം ഈ രാവിലെ ആണെങ്കിൽ ശിവപാർവതിമാരാണ്, ശിവപാർവതി സമ്മേളനമാണ് ഏത് ഭസ്മധാരണത്തിലൂടെ ഉള്ളത്. വൈകുന്നേരം അതില്ല എന്നുള്ളതാണ് വ്യാഖ്യാനം കണ്ടത്. അപ്പം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പല അല്ലേ, അത് തെറ്റാണെന്നും പറയാൻ വയ്യ. കാരണം വിശ്വാസം ആണ്, ഒരാളുടെ വിശ്വാസം അയാളെ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ആ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് വിശ്വസിച്ചൂടെ? ഇപ്പം മതങ്ങളിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ഒരു തരം വരെ പ്രാധാന്യം അതിനുണ്ട്. അപ്പോൾ ഒരു വിശ്വാസത്തിൽ പറയുക 3 ദിവസം വരെ ഇത് ഇങ്ങനെ ശാപമൊക്കെ ഇതാക്കി അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ ആൾക്കാർ വരും, അങ്ങനെ അന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിലെത്തും എന്നൊക്കെ ഒരാൾ സങ്കല്പിക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല. പക്ഷെ ആ വിശ്വാസം മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും? ഒരാൾക്ക് വിശ്വസിക്കാൻ അധികാരമുണ്ട് അല്ലേ? ഇല്ല, ഉണ്ട്. പക്ഷെ ആ വിശ്വാസം മറ്റൊരാളെ ദ്രോഹമാവരുത്, ദോഷമായി തീരരുത്. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ അയാൾക്ക് ഗുണമാണോ ആയിക്കോട്ടെ. സാമാന്യ മര്യാദയെ ഭേദിക്കുന്നത് വിശ്വസിക്കരുത് എന്നൊരു നിയമമുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട, നമ്മളെന്ത് ചെയ്യണം? യുക്തിപൂർവ്വം അപഗ്രഥിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളത് വിശ്വസിക്കുന്നില്ല, പക്ഷെ ആ വിശ്വാസത്തെ അയാൾ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല അല്ലേ? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ ആ വിശ്വാസം അയാൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അത് മറ്റൊരാൾക്ക് ഒരുപാട് ആളുകൾക്ക് ദോഷമാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തെ നമ്മൾ ചിലപ്പോൾ എതിർക്കുന്നത്. ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ, ഒരു പ്രയോജനം ഇല്ലാത്തതിനെ നമ്മൾ അതുകൊണ്ട് അയാൾക്ക് അങ്ങനെ ഭക്ഷണം തൊടുന്നതിൽ അത് വേറെ ആർക്കും ദോഷമില്ല എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പാലിക്കേണ്ട പോരെ. നമ്മളങ്ങനെ പാലിക്കുന്നില്ല. നമ്മൾ രാവിലെയും വൈകുന്നേരം ഒക്കെ നനച്ചിട്ടന്നെ തൊടാറ്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, നിങ്ങളങ്ങനെ തൊടാൻ പാടില്ല, ഇത് ശാസ്ത്ര നിഷേധമാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മളും പറഞ്ഞു കൊടുക്കും. ഇത് രണ്ടും പഠിച്ചതാണ്, അതിനുപരി മറ്റൊന്നുണ്ട്, പുസ്തകത്തിനുപരി മറ്റൊന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ തോന്നി ആ പുസ്തകം വായിച്ചപ്പോൾ, അതുകൊണ്ട് അത്രയും പറഞ്ഞത്. അതുകൊണ്ട് മറ്റൊന്നിന് എതിരൊന്നല്ല അല്ലേ? ഒരു കാലത്ത് ഇപ്പൊ സീസണൽ ഭക്തി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒരു വലിയൊരു ഭംഗിയായിട്ട് കാണുന്നുണ്ട് അല്ലേ കാലത്ത്. അതിൽ നിന്ന് എത്രയോ പേര് ഉരുത്തിരിയുന്നുണ്ടാവും. സ്വാമിജി പറയാറുണ്ട്, നമ്മളിവിടെ പറഞ്ഞതാ അല്ലേ, ഒരാളുടെ തോട്ടത്തിൽ തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് കള്ളന്മാർ ചെന്ന സമയത്ത് അല്ലേ, കാവൽക്കാരൊക്കെ ഓടിക്കൂടി, എന്നിട്ട് ഇയാൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാതായി. അപ്പോൾ ഇയാൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? തെങ്ങിൻ്റെ ചോട്ടിലുള്ള വെണ്ണീരൊക്കെ കൂടി പൂശി അങ്ങനെ ഒരു യോഗിയെ പോലെ അയാൾ ഇരുന്നു. അങ്ങനെ അയാൾ ഭക്തന്മാരെ കൊണ്ട് അയാൾക്ക് തിരിയാനും പറയാനും വയ്യാതായി. അവസാനം അയാൾ ചിന്തിച്ചു, അത്രേ ഉണ്ട്, ഞാനൊരു കള്ളൻ,
എന്നിട്ട് പോലും ഇത്രയും ആളുകൾ ഭക്തന്മാരെന്റെ പിന്നാലെ കൂടിയെങ്കിൽ യഥാർത്ഥ ഒരു ഭക്തനായി തീർന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് അയാളെ ചിന്തിപ്പിക്കാൻ അതുകൊണ്ട് പ്രേരിപ്പിച്ചു എങ്കിൽ, വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയിൽ മുട്ടുകുത്തലും പിറുപിറുക്കലുമല്ല മതം, അതെല്ലാം നന്ന്, അതിനുപരി നിങ്ങളെ എത്തിക്കുമെങ്കിൽ അപ്പൊ അത് നല്ലതാണ്. ഒരാള് ആർക്കും ദോഷമില്ലാത്ത ഒരാളുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്തിട്ട് വലിയ പ്രയോജനമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളായിരിക്കും. അതിനെ അനുവദിച്ച് തന്നിട്ടുണ്ടോ ആചാര്യന്മാർ, അല്ലേ? ഞാൻ കണ്ടത് മാത്രമേ ഉള്ളൂ ശരി എന്നല്ല. അതൊക്കെ ഒരു തലത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രമികമായി ഒരു കോണിപ്പടിയിലെ വിവിധ പടികളെ പോലെ, കോണിയിലെ വ്യത്യസ്ത പടികളെ പോലെ നമ്മൾ ഉയർത്തുന്നു എങ്കിൽ നല്ലതാണ്. അത് നമ്മെ താഴ്ത്തുന്നു എങ്കിൽ നമ്മളത് സ്വീകരിക്കരുത്. അത് ഏതിലും ഉണ്ട്. മനുസ്മൃതി മുതലായതിൽ ഉണ്ടാകുന്ന മറ്റേ വെച്ചു കൊടുക്കലും കോഴിയിലെ അല്ലേ ഒക്കെ അങ്ങനെയുള്ള പൂജകളൊക്കെ നല്ലതാണെന്ന് സമർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. സ്മൃതികളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്നവരുണ്ട്. നമുക്കെന്തേ പറയാൻ പറ്റുമോ? ശാസ്ത്രം എന്നുള്ളത് മനുഷ്യനെ ഇരുന്നിടത്ത് നിന്ന് ഉയർത്തുന്നതാണ്, മനസ്സിനെ ഉയർത്തുന്നതാണ്. അങ്ങനെ ഉയർത്താത്ത കാലത്തോളം അത് ഏത് പുസ്തകം പറഞ്ഞാലും അതിനെ നമ്മൾ തള്ളിക്കളയും. ഏത് പുസ്തകമാണെങ്കിലും അത് നമ്മുടെ മനുഷ്യ മനസ്സിനെ ഉയർത്താത്തതാണെങ്കിൽ, നമ്മളെ താഴ്ത്തുന്നതാണെങ്കിൽ നമ്മളത് സ്വീകരിക്കില്ല. അതിനെ ശാസ്ത്രം എന്ന് പേരിട്ട് വിളിച്ചാലും നമ്മളത് സ്വീകരിക്കുന്നില്ല. ഇതാണ് ശാസ്ത്രം. തത്വശാസ്ത്രം പ്രമാണമുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകമല്ല. ശാസ്ത്രം എന്നുള്ളത് നമ്മുടെ ആ ഇരിക്കുന്നിടത്ത്. ഇത് പലരും പറയുന്നുണ്ട്, നമ്മുടെ പൂർവികർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, നിങ്ങളിപ്പോൾ ഒരാൾ വന്ന് ഇപ്പൊ ഇതൊക്കെ മാറ്റാൻ പുറപ്പെട്ട എന്ത് കാര്യമുള്ളത്? അതിന്റെ പിന്നാലെ പോകുന്നവർ ഒരുപാടുണ്ട്, അല്ലേ? ഇല്ലേ? കാരണം ഇന്നും എത്രയോ വീടുകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ മദ്യമൊക്കെ വെച്ചിട്ടുള്ള പൂജകൾ, പിതൃകർമ്മത്തിന്റെ ഒക്കെ പേര്. ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചു, മരിച്ചാലും അയാളെ വെറുതെ വിടുന്നു. അയാളെ വിടുകയല്ല, ബാക്കിയുള്ളവരും അതിന്റെ പേര്. കാരണം ഒരു ശോഭനമായിട്ട് ഇതിനൊക്കെ ഒരു മൂടുപടം അണിയിക്കുന്നു, ഒരു മേമ്പൊടി പൂശിക്കൊണ്ട് മറ്റുള്ളവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച ഇപ്പോഴും ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോഴും മംഗളകർമ്മങ്ങളെ അമംഗളമാക്കി തീർക്കുന്ന സംഭവങ്ങൾ, അതിനൊക്കെ അവർക്ക് ന്യായീകരണമുണ്ട്. കള്ളു കുടിക്കുന്ന ഒരാൾ ആ കള്ളു കുടിക്കുന്നതിന്റെ ഗുണം ന്യായീകരിക്കുന്നത് പോലെ തന്നെ ഇതര സംഭവങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ പോകുന്നത്. എത്രയോ പേര് ഇല്ലേ വീട്ടിൽ കൂടുതൽ, അതൊക്കെ അവർക്ക് ന്യായീകരണമുണ്ട്. അപ്പൊ അതൊക്കെ പണ്ടുള്ളവർ അങ്ങനെയാ ചെയ്തിരുന്നത്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. ഈ പണ്ടുള്ളവരെന്നുള്ളത് തീർത്തും അപരിഷ്കൃതരായ ഒരു ജനതയായിരുന്നു. ആ അപരിഷ്കൃതരായ ജനത പിന്തുടർന്നത് നമ്മൾ പിന്തുടരുന്നില്ല. അത് ശാസ്ത്രം എന്ന് പേരിട്ട് വിളിച്ചാലും അത് പാടില്ല. പണ്ടുള്ളവരും നമ്മൾ പറയുന്നത് ആരെയാ? അതിനും കാലം കണക്കാക്കാൻ കഴിയാത്ത കാലം, അനാദിയായ എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. ആ ഋഷിമാര് പാടിയത്, അതിന്റെ പിന്തുടർച്ചയായിട്ട് വന്നവർ ആരും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനെ, ആ പരം തത്വത്തെ. നാളൊരാൾ ചോദിച്ച ചോദ്യമാണ്, കൊടുങ്ങല്ലൂര് ഈ ഇതൊക്കെ അവിടെയൊക്കെ കോഴിവെട്ടമൊക്കെ മാറ്റിയല്ലോ, പക്ഷെ അത് ഉള്ളിൽ കഴിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് അതിലേറെ പറയണം. അതും ദേവന്റെ പേര്. ഇതിനൊക്കെ ന്യായീകരണമാണ്. അങ്ങനെയാണെങ്കിൽ പുറത്ത് തൂക്കിയിട്ട് കൊക്കയും മരിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്നവർക്ക് അതിൻ്റെ ഇതുണ്ടാവും. നാവുമ്മല് ശൂലം കയറ്റിയിട്ട് അതിന്റെ പിന്നാലെ പോകുന്നവർ അത് അവരൊരു ന്യായീകരണം ഉണ്ടാവും. അതിനൊക്കെ അവരുടേതായ ഒരു ന്യായീകരണം അവർ കണ്ടെത്തും. ഇതൊക്കെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മറ്റേ മനുഷ്യ നരബലി നടക്കുന്നില്ലേ? നടന്നിരുന്നില്ലേ എന്നല്ല, നടക്കുന്നില്ലേ? അപ്പൊ അതിന്റെ പോലും അതിനൊക്കെ ന്യായീകരിക്കാനുണ്ടാവും. മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാടിന് മനുഷ്യൻ, മർത്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം, അവിടെയാണ് ശാസ്ത്രത്തിന്റെ പ്രവൃത്തി. ആ ശാസ്ത്രത്തിന്റെ പ്രവൃത്തി മുന്നോട്ട് കണ്ടുകൊണ്ട് നമുക്ക് അതിനെ നെല്ലും പതിരും വേർതിരിക്കാൻ കഴിയും. ഏതിലും നല്ല ആ ഒരു ദൃഷ്ടി. എത്രാമത്തെ സൂത്രമായിരുന്നു?
12-ാമത്തെയാണ് അല്ലേ? ഭവതു നിശ്ചയദാർഢ്യാദൂർധ്വം ഊർധ്വം ശാസ്ത്രരക്ഷണം എന്നുള്ളത്. സാക്ഷാത്കാരം ദൃഢപ്രതിഷ്ഠമായതിനു ശേഷം ശാസ്ത്രരക്ഷണം, ശാസ്ത്രവിധികളുടെ അനുഷ്ഠാനം ഭവതു ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിൽ ദൃഢപ്രതിഷ്ഠനായതിനു ശേഷവും ഒരുവൻ ശാസ്ത്രവിധികളെ അനുഷ്ഠിക്കുമാറാകട്ടെ. ലോകത്ത് പ്രവർത്തിക്കുന്നവര് ലോകമര്യാദയെ പാലിക്കുന്നു ആയാസരഹിതമായി. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും അല്ലേ, വലിയ പരംതത്വത്തെയൊക്കെ ബോധിച്ചു കഴിഞ്ഞാലും പിന്നെയും അയാൾ ശാസ്ത്രവിധികളെ എന്ത് ചെയ്യുന്നു? പാലിക്കുന്നു. ലോകത്ത് ജീവിക്കുന്നവർ, ലോകത്ത് പ്രവർത്തിക്കുന്നവർ ലോകമര്യാദയെ പാലിക്കുന്നു. എന്തുകൊണ്ട്? നമ്മളാരും ശ്രേഷ്ഠരാണെന്ന് ആരും വിചാരിച്ചിരിക്കുന്നു വേണ്ട, നമ്മൾ വലിയ ശ്രേഷ്ഠനാണെന്ന് വിചാരിക്കുകയല്ല, സ്വയം ആത്മപ്രശംസ ചെയ്യാനല്ല, മറിച്ച് നമ്മളെന്ത് ചെയ്യുന്നു? നമ്മളറിയാതെ തന്നെ നമ്മളെ ഓരോരുത്തരും അല്ലേ പിന്തുടരുന്നുണ്ട്. പിന്തുടരണ്ടെന്ന് പറയാൻ നമുക്കൊട്ട് അധികാരവും ഇല്ല. ഒരാളെ എങ്ങനെയാ പിന്തുടരുന്നത് നമുക്കറിയാം. പറഞ്ഞാലും എങ്ങനെ ഉണ്ടാവും? പിന്തുടരില്ലേ? ഉണ്ടാവും. അപ്പൊ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ടാവും, അവരെങ്ങനെ എന്താ ചെയ്യുന്നത്, ഇവരെങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് പിന്നാലെ പോരുക കുറേ കുട്ടികൾ. എങ്ങനെ ഇയാൾ പ്രദക്ഷിണം ചെയ്യുന്നതെന്ന് കാണട്ടെ. നമ്മൾ പ്രദക്ഷിണം ചെയ്യാൻ പോയില്ല. അല്ല, പ്രദക്ഷിണം ചെയ്യാൻ പോയാൽ സംഗതി ആകെ പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ പഠിച്ചത് അവിടെ പോയിട്ട് ചെയ്യാൻ പോയാൽ ചിലപ്പോ തന്ത്രിമാരൊക്കെ ചിലപ്പോൾ കൂടി നമ്മളെ പിന്നാലെ കൂടി. അങ്ങനെയല്ല, എങ്ങനെയെന്ന് പറയുന്നത് രണ്ടും പഠിച്ചതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും നല്ലത് അങ്ങനെയൊക്കെ വേണ്ടിയല്ലേ ചെയ്യാനെങ്കിൽ ശരിക്കും ചെയ്യാം. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകണ്ട. എന്താ പോയില്ല എന്നല്ലേ ഉള്ളൂ, അത് വലിയ കുറ്റമൊന്നും അല്ലല്ലോ. മറ്റെന്താ പോയിട്ട് അയാൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, പിന്നെ വേറൊരാൾ വന്നിട്ട് പറയും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്തായിട്ടില്ലേ? ഈശാനകോട് പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് പോരുന്ന സമയത്ത്, സോപാനസ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ട് പോകാൻ പാടില്ല, ആ ഭാഗത്തേക്കേ പോകാൻ പാടില്ല, ഇപ്പുറത്തേക്കേ വരാൻ പാടില്ല. ഒരു ഭാഗത്ത് സോപാനസ്ഥാനത്തേക്ക് പോകുമ്പോഴേക്കന്നെ കൈകൊണ്ട് കാണിക്കേ മാറിപ്പോ അല്ലേ? അപ്പോൾ വളരെ നന്നായിട്ട് തോന്നിയത് ഏതാ? നേരത്തെ പറഞ്ഞ ഭസ്മം വൈകുന്നേരം നനച്ചു തുടരുത് എന്ന് പറഞ്ഞതുപോലെ ഇതിലൊക്കെ നമ്മൾ വളരെയധികം വിശേഷതകൾ കൊടുക്കുന്ന സമയത്ത് മുഖ്യമായത് നഷ്ടപ്പെട്ടു പോകുന്നു. അതിന്റെ അർത്ഥം അതിനെ മുഴുവൻ നിഷേധിക്കണമെന്നല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതിലൊന്നും ഇന്നിപ്പോൾ സംഭവം. ഇപ്പൊ കുറച്ച് നേരത്തെ ഒരു പരിപാടിയിൽ ഉണ്ടായ സമയത്ത് 2-3 പേര് എണീറ്റ് നിന്നിട്ട് അവിടെ വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനം 1863, അത് കഴിഞ്ഞതിന് ശേഷം ചിക്കാഗോ പ്രസംഗം 1893, അതേ സമയത്ത് ദേഹം ഉപേക്ഷിച്ച കാലയളവ് അല്ലേ, ആ സമയം 1902, ഇങ്ങനെയുള്ള വർഷങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞ സമയത്ത് ഓരോരുത്തരും എണീറ്റിട്ട് പറയുകയാണ് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല, അങ്ങനെയല്ലേ. അത് ആക്രോശിക്കുക. എന്തൊരു കാര്യം! അങ്ങനെ ആ ഒരു സദസ്സ് തീർത്തും എന്തോ ഒരു സ്നേഹസമ്പൂർണമായ ഒരു സദസ്സ് ഇതിന്റെ പേരിൽ അങ്ങോട്ട് ചർച്ചയും തർക്കങ്ങളുമായിട്ട് എവിടെയാണെന്നും പറയുന്നില്ല. ഈ വർഷത്തിന്റെയും കൊല്ലത്തിന്റെയും പേര് ഈ മഹാത്മാക്കൾ ആരും തന്നെ അവര് ജനിച്ച പിറന്നാള് ആഘോഷിക്കാനോ അല്ലേ ഉണ്ടോ? അവര് ചെയ്തതിനെ പറ്റി പറയാനോ ഒന്നും അവര് മെനക്കെട്ടില്ല. അവരുടെ ശിഷ്യ പരമ്പര, അവരെ കുറിച്ച് കണ്ടത് കേട്ടത്, അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ പിന്നെ അവരുടെ പേരിൽ അടിക്കുക. ഇതെല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് അല്ലേ? അതിലൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അതുകൊണ്ടാണ്
ഇവിടെ പറയുന്നത് ഇവിടെ ശാസ്ത്രവിധികളുടെ അനുഷ്ഠാനം ഉണ്ടായിരിക്കട്ടെ. ശാസ്ത്രവിധി തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യത്തിന് അകാര്യത്തിൽ. അവിടെ ശാസ്ത്രം എന്നുള്ളത് ഈ പുസ്തകമായിട്ടൊന്നും എടുക്കരുത്. പുസ്തകം മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലതൊന്നും ചിലപ്പോൾ, അതുകൊണ്ടാണ് സാമാന്യ മര്യാദയെ ഭേദിക്കുന്നത്, വിശ്വസിക്കരുത്, അതിനെ എതിർക്കാനൊന്നും പോവണ്ട എന്ന് പറഞ്ഞു. ഈശ്വര സാക്ഷാത്കാരത്തിൽ ദൃഢപ്രതിഷ്ഠനായതിനു ശേഷവും ഒരുവൻ ശാസ്ത്രവിധികളെ അനുഷ്ഠിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായത്, പ്രയോജനമുള്ളത്. കാരണം വന്ന വഴി അറിയല്ലോ. ഒരാളൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നു, മട്ടുപ്പാവിൽ എത്തിക്കഴിഞ്ഞു, അയാളെ സംബന്ധിച്ച് വഴിയില്ലെങ്കിലും, വഴിയെ അയാൾ ആശ്രയിക്കുന്നില്ലെങ്കിലും അയാൾ കാണുന്നുണ്ട് വന്ന വഴി മാത്രമല്ല കാണുന്നത്, മറ്റു വഴികളും കാണുന്നു. ഒരു മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ മലയിൽ എത്തിയ ഒരാൾക്ക് മറ്റു വഴികളെയും കണ്ടുകൂടെ? താൻ കയറിയ വഴി മാത്രമല്ല മറ്റു വഴികളെയും പറ്റിയാണ്. പക്ഷെ ഒക്കെ വഴിയാണ്. വഴിയുടെ പേരിൽ ഞാൻ വന്ന വഴി മാത്രമാണ് ശ്രേഷ്ഠം എന്നൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെയാണ്, അങ്ങനെയില്ലേ? ഇങ്ങനെ നടക്കുന്നുണ്ട്. പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഏറ്റവും അധികം അറിയപ്പെടുന്ന സംഘടന ഞങ്ങളുടേതാണ് അല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നതിയെ പ്രാപിച്ച സംഘടന ഞങ്ങളതാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രസംഗം ഇങ്ങനെ ഉപക്രമത്തിൽ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിൽ തിരിച്ചു പോകാം. ഇതിനാണ് പരിമിതമായ അഹങ്കാരം. വലിയൊരു അഹങ്കാരം നല്ലതാ അല്ലേ? ലോകത്തിനൊക്കെ മുഴുവൻ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കുഴപ്പമില്ലായിരുന്നു. അഹങ്കാരം ഞാൻ നന്നാക്കിയെടുക്കാന്ന് പറയുമ്പോൾ അഹങ്കാരം. പക്ഷെ അതിന് പകരം എന്തായി? ഇതൊക്കെ വെച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ മത്സരിച്ച് മുന്നോട്ട് പോകും. എന്താണ് ശരി, ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇതൊന്നും ശാസ്ത്രമായിട്ട്, പുസ്തകമായിട്ട് നമുക്ക് പുസ്തകത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നു. അങ്ങനെ ഒരു ശാസ്ത്രം പറയുന്നുണ്ട്. ഇങ്ങനെയാണ് മതഗ്രന്ഥങ്ങളും പറയുന്നില്ലേ? ഒരു ഗ്രന്ഥം ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ പറയുക മരിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വർഗം കിട്ടും, അത് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു വേറൊരു വിധത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നു വെച്ചാൽ അവരെ സംബന്ധിച്ച് അത് പ്രമാണമാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിട്ടും പ്രമാണം അല്ലേ? ഒരാൾക്കൊരു പുസ്തകം പ്രമാണമാണെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരു പുസ്തകം പ്രമാണം അല്ലേ? ആ പുസ്തകം മാത്രമേ പ്രമാണമുള്ളൂ എന്ന് അയാൾ അത് മുറുകെ പിടിക്കുന്നു. അതിനനുസരിച്ച് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? എതിർക്കുന്നു. അങ്ങനെയല്ലേ? എൻ്റെ അഭിപ്രായം മാത്രം ശരിയാണെന്ന് പറയും. വീട്ടിലായാലും നാട്ടിലായാലും എല്ലാം. വീട്ടിൽ ഭാര്യ പറയുന്ന എൻ്റെ അഭിപ്രായം മാത്രം ശരി, അതിനനുസരിച്ച് ഭർത്താവ് ആവാൻ പാടുള്ളൂ. ഭർത്താവ് വിചാരിക്കുന്ന എൻ്റെ അഭിപ്രായമാണ് ശരി, അതിനനുസരിച്ച് ഭാര്യയാവാം. പിടിവലിയില്ലേ? പ്രശ്നങ്ങളായി. സമന്വയം സാധ്യമാണ്. മറ്റൊരു മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമന്വയം ഉണ്ടാവുന്ന സമയത്ത് എന്താവുന്നു? അത് വളരുന്നു. ഇല്ലെങ്കിൽ എന്താവും? അത് തളരുന്നു. കുട്ടികളും അതിലേറെ പിടിവലിയായി എല്ലാ മേഖലയും. അതുകൊണ്ട് ആ നന്മ, നല്ലത് ചീത്തത് എന്ന് വേർതിരിക്കുമ്പോൾ അത് ഉയരാനുള്ളതാവണം. നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് നമ്മെ ഉയർത്തുന്നതായിരിക്കണം. അതിനെയൊക്കെ നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് നമ്മെ താഴ്ത്തുന്നതാണെങ്കിൽ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് നമ്മൾ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു യുക്തി നമുക്ക് ഉണ്ടായാൽ ഏതും കൈകാര്യം ചെയ്യാം അല്ലേ? എന്താ ഏതിനെ ഒന്നിനെ എതിർക്കാനും വേണ്ട, എന്നാൽ എതിർക്കേണ്ടതിനെ എതിർക്കുകയും ചെയ്യും. എങ്ങനെ എതിർക്കേണ്ടത്? എങ്ങനെ എതിർക്കുക? അത് മറ്റൊരാൾക്ക് ദോഷമായി തീരുകയാണെങ്കിൽ, അല്ലാതെ അതിനെ അടിച്ചാക്ഷേപിക്കുക. ഇനി വേറൊന്ന് ചിലപ്പോൾ നമ്മൾ കേട്ടത്, നമ്മൾ പറഞ്ഞു, നമ്മൾ വിചാരിച്ച് താല്പര്യം, നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ശരിയാണെന്ന് തോന്നുന്ന പലതുണ്ട്. പരിമിതമായ ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഇരുട്ടത്ത് വെച്ചാൽ കലത്തിന്റെ ഓട്ട കാണില്ല, വെളിച്ചത്ത് വെച്ചാലേ കലത്തിന്റെ ഓട്ട കാണൂ. അങ്ങനെയില്ല. ഇരുട്ടത്ത് വെച്ചാൽ കാണും ഇല്ല, വെളിച്ചത്ത് വെച്ചാലേ കലത്തിന്റെ ഓട്ട കാണും. അതുപോലെ എൻ്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് ശരിയാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ എന്താവും? എന്നെക്കാളും അപരിമിതമായ ബുദ്ധിയുള്ള ആളുകളുടെ, മഹാത്മാക്കളുടെ മുന്നിൽ അതെന്തായിരിക്കും? അതിൻ്റെ വരും വരായകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഭക്തി എന്ന് പറയുന്ന പേരിൽ അങ്ങനെയൊക്കെ നടക്കുന്നു ഇല്ലേ? അല്ലേ? അപ്പൊ കഴിഞ്ഞു, ഒരു ഇതൊക്കെ കഴിഞ്ഞു.
ഇല്ല. ഒരുവിധ ആൾക്കാരൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇപ്പോൾ എല്ലാ സ്ഥലത്തും പറയുന്നത് പുക വലിച്ച് നടക്കുന്നവർ പരിമിതമായ ബുദ്ധി കൊണ്ട് അയാൾക്ക് അതിനെ ന്യായീകരിക്കണം. നേരത്തെ കള്ളു കുടിക്കുന്ന ആൾ കള്ളു കുടിക്കുന്നതിനെ ന്യായീകരിക്കുന്നത് പോലെ പുക വലിക്കുന്ന അയാൾ പുക വലിക്കുന്നതിനെ ന്യായീകരിക്കുന്നു. അതൊക്കെ ആവാം കുറച്ചൊക്കെ എന്നുള്ള അവിടെ എത്തിപ്പോയി. ഇനി അതിൽ തന്നെ ചിലതൊക്കെ ഉണ്ട്. കുല ആചരണത്തെ പോയി ഇന്നലെ ഒരു സംഭവം ഉണ്ടായത്, ഇന്നലെയല്ല മിഞ്ഞാന്ന് ഒരു സംഭവം ഉണ്ടായത്. ഒരാള് ഒരു പ്രഭാഷക അവര് ഒരു വേദിയിൽ വെച്ച് പറഞ്ഞു അത്ര ഈ കുലയും ആചരണങ്ങളൊന്നും വേണ്ട, അതൊന്നും വെറുതെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ്. ഈ ആളൊരു ഡോക്ടറും കൂടിയാണ് അത്ര. അപ്പൊ ഒരുപാട് ആളുകൾക്ക് സംശയം. നമ്മളോട് വന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തെ സംബന്ധിച്ച് വേണ്ടായിരിക്കാം, നമുക്ക് ഇതിനെ പറയാൻ വയ്യ. പക്ഷെ ഒരാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പുറത്ത് ഇല്ല എന്ന് പറഞ്ഞ് നടിച്ചിട്ടൊന്നും പ്രയോജനമൊന്നും ഇല്ല. ഉള്ളിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? ആചാര്യാഗമ സംസ്കൃതേന മനസ്സ, ആചാര്യനാലും ആഗമത്താലും സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വേണോ വേണ്ടേ എന്ന് അയാൾ നിശ്ചയിക്കട്ടെ. നിശ്ചയിച്ചാലും സമൂഹത്തിൽ അയാൾ കഴിയുമ്പോൾ ആ സമൂഹത്തിന്റെ മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത വിധത്തിലുള്ള ആചരണങ്ങളെ നാം പാലിക്കാൻ തയ്യാറാകുന്നു. 12ാം മന്ത്രം ബാക്കിയൊക്കെ അതിൽ ഘടിപ്പിക്കാം അല്ലേ? സമൂഹത്തിലാണ് നമ്മളുള്ളത്. ഇനി അതിൽ പല ആചരണങ്ങളുണ്ട്. എത്ര വ്യത്യസ്തങ്ങളായ ആചരണങ്ങളാണ് നോക്കൂ. ഇപ്പോൾ ഇവിടെ ഉള്ളതല്ല, ഇവിടെ ഇപ്പോൾ ഒരു ദീപം കൊളുത്തുന്നത് കിഴക്കും പടിഞ്ഞാറും ദീപം വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയല്ല. പല വീടുകളിലും കുറേ കാലമായിട്ട് ഒരു തിരി വയ്ക്കുന്നത് അല്ലേ? ഇനി വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒരു തിരി നടുക്ക് വയ്ക്കുന്നത്. അപ്പൊ അവിടെ ഇതിനൊക്കെ കുറിച്ച് നമ്മൾ ഇതാണ് ശരി, അതാണ് അത് തെറ്റാണെന്നൊക്കെ പറയാൻ പോയാൽ എന്താവും ശരി? ഓരോ സ്ഥലത്തും നടക്കുന്ന ആചരണങ്ങളെ ഇത് തെറ്റാണെന്ന് ശരിയാണെന്ന് പറഞ്ഞ് ആചരിക്കാൻ പോയാൽ അത് ആകെ കലക്കാൻ പോയാൽ എന്താവും? പ്രശ്നമാവും. കുലാചരണത്തിൽ തന്നെ 12 ദിവസം 15 ദിവസം എന്നൊക്കെ വരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴും അപ്പൊ പക്ഷേ ആർക്കും ദോഷമില്ലാത്ത വിധത്തിൽ, ദോഷമുള്ളതാണെങ്കിൽ നമ്മൾ പറയണം. ആർക്കും ദോഷം ഇല്ല എന്ന ഒരു ഗുണവും ഇല്ലാത്ത കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്ത് മാറ്റി വെക്കേണ്ടത്. 12 ദിവസം അല്ല 15 ദിവസം തന്നെ വേണമെന്ന് ചടിക്കുന്നവരുണ്ട്. ചിലർ പറയും ഇല്ലേ, അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അങ്ങനെയുണ്ട്. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലത് 10 ദിവസം മതി, 4 ദിവസം മതി എന്നൊക്കെ പറയും. എന്ത്? അത് രക്തബന്ധത്തിനനുസരിച്ച്, രക്തത്തിന് പല കളറുകൊണ്ട് നമുക്ക് ജാതീയമായി കഴിയും. പക്ഷേ ഓരോ സ്ഥലത്തും നടക്കുന്ന ആചരണങ്ങൾ നടക്കട്ടെ, ആർക്കും ദോഷമല്ല, അങ്ങനെ പോട്ടെ. പക്ഷെ ഈ ആചരണങ്ങൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്യുന്ന ചിലതുണ്ട്. നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന മറ്റുള്ളവർക്ക് ദോഷമാകും. ഇപ്പൊ നാളെ ഒരു കുറേ പേര് സ്വാമിയന്മാർ ഒന്നിച്ച് പോകും, അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ പോയിട്ട് അപ്പുറത്ത് ഭജന ചൊല്ലുക, കൂട്ടമായി ശരണം വിളിക്കും. മറ്റൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അപ്പുറത്ത് നാമം ജപിച്ചാലും കുഴപ്പമില്ല, അപ്പുറത്ത് ഭജന ചൊല്ലിയാലും കുഴപ്പമില്ല. അവരവരുടെ കാര്യം നോക്കി. എന്നിട്ട് കുറേ ആർക്കലൊക്കെ കഴിഞ്ഞ് അവരുടെ പണികൾ, അവർ ഭജനയ്ക്കൊന്നും ഇരിക്കുന്നില്ല. അവർക്ക് ഭജനയ്ക്ക് ഇരിക്കാനുള്ള സമയമല്ല, അവർ തിരിച്ചു പോയി. അപ്പൊ അതെന്ത് ചെയ്യണം? അയാളുടെ ആരാധന തെറ്റാന്ന് പറയാൻ പറ്റും, ശാസ്ത്രീയമാണെന്ന് പറയാൻ പറ്റും. ശാസ്ത്രീയമാണല്ലേ? കൂട്ടമായിട്ട് ശരണം വിളിക്കുന്നത് നല്ലതല്ലേ? കൂട്ടമായിട്ട് ശരണം വിളിക്കുന്നതിന് ശക്തിയില്ലേ? ഉണ്ട്. പക്ഷെ അത് സമയവും സന്ദർഭവും നോക്കാൻ സമൂഹാരാധനയ്ക്ക് നിശ്ചയിച്ച സമയത്താണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് എന്താണ്? ഇത് ശാസ്ത്രമാണ്, ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും തോന്നുന്ന പോലെ ചെയ്താൽ എന്താവും? അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്ത് അപ്പൊ ഭജന ചൊല്ലുന്നവരുണ്ട്. അപ്പൊ സ്വാമിയന്മാര് ശരണം വിളിക്കുന്ന സമയമാണ്, അതുകൊണ്ട് എന്താ നമുക്കത് കഴിഞ്ഞിട്ട് തുടങ്ങാം ഭജന അല്ലേ? പരസ്പരം അതിന് പകരം എന്തായിരുന്നു? എന്റെ പണി ഞാൻ ചെയ്യും. ഇതൊക്കെ നമുക്ക് ഈ ഒരു 12ാമത്തെ സൂത്രം ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കണം. അല്ലാതെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു പുസ്തകം എഴുതിയതുകൊണ്ടോ ഒരാൾ പറഞ്ഞതുകൊണ്ടോ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ട് സ്വീകരിച്ചാൽ കുഴപ്പമാണ്. അത് കുഴപ്പം തന്നെയാണ്.
മറിച്ച് അവിടെ ഒരു ഈ ശ്രുതി യുക്തി അനുഭവം ഒക്കെ, അല്ലെങ്കിൽ പ്രത്യക്ഷം അനുമാനം ആഗമം എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ പ്രമാണ ചിന്തയുടെ നമുക്ക് ഒരു വിചാരം ചെയ്തിട്ട് വേണം ചിലതൊക്കെ സ്വീകരിക്കാൻ. എല്ലാം അതേപടി സ്വീകരിക്കാൻ പറ്റില്ല. ഒരു സന്ദർഭത്തിൽ, ഒരു കാലത്ത്, ഒരു സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണം. ഏറ്റവും നല്ലത് ശ്രീനാരായണ ഗുരുദേവന് എടുത്തു പറഞ്ഞ ഒരു വാക്യം ഇത്, അവനവൻ എന്ത് ആചരിക്കുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ഏത് ദോഷത്തിനായി വരരുതേ എന്ന്. എത്ര ചിന്തിച്ചാലും ദോഷം ഉണ്ടാവും, പക്ഷെ എന്നാലും ദോഷം ഉണ്ടാവില്ല. പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ അവനെ ശ്രദ്ധിച്ചാൽ ചെയ്യാനേ പറ്റില്ല. ഒന്നും ചെയ്യാതിരിക്കവും ഭേദം. അതല്ല വേണ്ടത്. മറിച്ച് പരമാവധി മറ്റൊരാൾക്ക് ദോഷമില്ലാതെ എങ്ങനെ തൻ്റെ ആചരണങ്ങളെ കൊണ്ടുപോകാം, അത് തന്നെ ഉയർത്തുന്നതും കൂടിയാണെങ്കിൽ അത് ശാസ്ത്രമാണ് എന്ന് നമുക്ക് പറയാം. അന്യഥ പാദിത്യശങ്കയ, അന്യഥ അല്ലെന്ന് വരുകിൽ, പാദിത്യശങ്കയ പതനം വന്നെങ്കിലോ എന്ന സംശയത്താൽ, അല്ലാത്ത പക്ഷം പതനം വന്നെങ്കിലോ എന്ന് പേടിക്കണം. എങ്ങനെ? അധ്യാത്മ ജീവിതത്തിൽ ലബ്ധപ്രതിഷ്ഠനായവൻ ശാസ്ത്രവിധികളെ മാനിക്കണം, അല്ലാത്ത പക്ഷം അധപ്പതനം വരാനിടയുണ്ട് എന്നാണ് ഈ സൂത്രത്തിന്റെ യഥാകൃതമായ അർത്ഥം എന്ന് 13ാമത്തെ സൂത്രം കൊണ്ട് അതിനെ നിർവചിക്കുകയാണ്. എങ്ങനെ? നിശ്ചയദാർഢ്യം വന്നവന് പിന്നെയും പതനശങ്കയോ വിധി നിഷേധങ്ങൾക്ക് അപ്പുറം പോയാലല്ലേ നിശ്ചയദാർഢ്യം വരൂ? അതെ, അത് ശരിയാണ്. ദേഹാഭിമാനം നിശ്ശേഷം നശിച്ച് അദ്വൈതാനുഭൂതിയിൽ സ്ഥിരപ്രതിഷ്ഠനായവൻ മാത്രമാണ് അചഞ്ചലമായി ഉറച്ച് നിലകൊള്ളുന്നത്. അവനെക്കുറിച്ച് ശാസ്ത്രം പിന്നെ ഒന്നും പറയുന്നില്ല, പറയേണ്ടതില്ല. പക്ഷേ അങ്ങനെയുള്ളവർ വളരെ വളരെ വിരളമാണ്. പിന്നെന്താ? ശരീരം നിലനിൽക്കുന്ന കാലത്തോളം, മനസ്സ് വ്യാപരിക്കുന്ന കാലത്തോളം പതിക്കാൻ ഇടയുണ്ട്. അപ്പൊ ചോദ്യം വരാം, ഇവിടെ നേരത്തെ പറഞ്ഞ സൂത്രത്തിന് നിർവചിക്കാനായിക്കൊണ്ട് അടുത്ത സൂത്രം പറയുന്നു. അപ്പൊ ഇവിടെ പതിക്കുന്നു എന്നുള്ള ശങ്ക ആക്ക് ഒരു ഉറച്ച തലത്തിലെത്തിയ ഒരാൾ, ഇത് തന്നെയാണ് ശരി, ഇല്ലേ? ഇത് തന്നെയാണ് ശരി. ഇപ്പൊ ഒരാൾ പറയാ നമ്മളോട് ഒരു ആചരണം ചെയ്യുന്ന സമയത്ത്, നിങ്ങളെ സംബന്ധിച്ച് ഈ പുലി ആചരണമൊന്നും ഇല്ല കേട്ടോ, നിങ്ങളെ സംബന്ധിച്ചില്ല. അപ്പോഴാണ് അയാൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്താണ് അങ്ങോട്ടൊരു കാലെടുത്ത് വെക്കാൻ പുറപ്പെട്ടപ്പോൾ അയാളെ ഉള്ളുന്നൊരു തോന്നൽ, ഏത് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കൊക്കെ ഉണ്ടോ? ഉറപ്പാ ജ്യോതിഷനെ കണ്ടാൽ അയാള് ശുദ്ധികാഴ്ച നടത്താൻ പറയും, ഉറപ്പാ. കാരണം അയാളുടെ ഉള്ളെന്ന് സംശയം തീർന്നിട്ടില്ല. ഇങ്ങനെയുള്ളവരാണ് ആര്? ബഹുഭൂരിപക്ഷം പേര്. വളരെ ദുർലഭം പേര് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ത്? ശാസ്ത്രത്തിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ശാസ്ത്രം പറയുന്നത് പ്രമാണമായി സ്വീകരിച്ചു മറ്റുള്ള ഒരു സംശയം തീരാത്തവരാണ്, സംശയത്തോടു കൂടി അനുഷ്ഠിക്കുന്നവർ. അതുകൊണ്ട് തന്നെ എത്ര പറഞ്ഞാലും ഉള്ളുന്നത് നീങ്ങാത്തതുകൊണ്ട്, സംശയം തീരാത്തതുകൊണ്ട് അവരിൽ നിന്ന് വരുന്ന പ്രവൃത്തി ഏതായിരിക്കും? ദൃഢപ്രതിഷ്ഠ നേടിയിട്ടുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു കല്ല് തട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ദേവിയുടെ കോപമാണ് ശ്രീനാരായണ ഗുരുദേവന് സ്വാമിജിക്ക് ന്യൂമോണിയ ബാധിച്ചത്. കാരണം നമ്മുടെ ആ ദൃഷ്ടി തന്നെയാണ് നമ്മുടെ മറ്റുള്ളവരിലേക്കും ഉണ്ടാവുക. നമ്മുടെ ആ കണ്ണട കൊണ്ടാണ് കാണുന്നത്. തൻ്റെ കണ്ണിലെ കമ്പ് കാണാത്ത മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് കാണുന്നു. നമ്മളുടേതായ ആ കണ്ണട കൊണ്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉറച്ച ഒരു ബുദ്ധി വന്നു കഴിഞ്ഞാൽ, നിശ്ചയദാർഢ്യം വന്നു കഴിഞ്ഞാൽ, അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യണം? ആചരണങ്ങളൊക്കെ നിർത്തി ഞാൻ എങ്ങോ എത്തി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താവും? പിന്നെ താഴ്ത്തിക്ക് വന്ന് വീഴുമ്പോഴാവും അല്ലെ ഉറച്ച വിശ്വാസം എന്നത് ബാധിക്കില്ല. എന്താ വരുന്നത് വെച്ചാൽ
എന്താ അത് ഏതുവരെ ഉണ്ടാവും? ഏതുവരെ ഉണ്ടാവും? വീട്ടിൽ പോണത് വരെ, അല്ലെങ്കിൽ കുട്ടിക്ക് വല്ല സൂക്കടും വരുന്നത് വരെ അത്രയും ഉണ്ടാവും. അത്രയും ഉണ്ടാവും. അപ്പോഴേക്കും കഴിഞ്ഞു. എന്ത് ഇതൊക്കെ പറഞ്ഞ് കേട്ട് പോയിട്ടാണ്. ഇതെല്ലാ മേഖലയിലുണ്ട് ജ്യോതിഷം, അല്ലേ? ശാസ്ത്രമാണ്. നിമിത്ത ശാസ്ത്രമായിട്ട് മുന്നോട്ട് പോകുന്നവര് ഞാൻ ജാതകം നോക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ. പക്ഷേ അങ്ങനെ വലിയ വിഷയം. അവരെ സംബന്ധിച്ചോളം പ്രമാണം എന്താ? എല്ലാവരും ഓടുന്നുണ്ടോ എന്ന് മറ്റുള്ളവരും ഓടിക്കോളും. അപ്പോഴാണ് ആചാര്യൻ പറഞ്ഞു തന്നുണ്ട്, എന്ത് ചൊവ്വാദോഷം തീർക്കാൻ ബുധനായാൽ മതി, അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി. നല്ല സാർ, കേൾക്കാൻ എന്ത് രസമാണ്. പോയി കുട്ടീന്റെ കല്യാണം എന്തായി? ഇങ്ങനെയാ പഠിപ്പിച്ചു തന്നത്. പിന്നെന്തായി? പിന്നെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അപ്പോഴേക്കെന്തായി? ഘടിപ്പിച്ചു. അയാൾ പറഞ്ഞ് കേട്ടോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നത്. ഇങ്ങനെ ഉണ്ടായി സംഭവം ഉണ്ടാവുന്നുണ്ട് ധാരാളം. അപ്പൊ തനിക്ക് തന്നെ ഉറപ്പില്ല, പറഞ്ഞതിൽ ആവേശം കൊണ്ടതാണ്. അതിനെ ദൃഢീകരിക്കാനുള്ള പ്രവൃത്തി തന്നിൽ നിന്നുണ്ടാവണം. ഈ പറഞ്ഞത് ശരിയാണ്, അതിലേക്ക് ഉറപ്പിക്കാനുള്ള ചില പ്രക്രിയകൾ താൻ ചെയ്യേണ്ടത്. വിചാരം കൊണ്ട് ഉറപ്പിക്കണം, ഇത് തന്നെയാണ് ശരി, അല്ല അതാണോ ശരി, ഇതാണോ ശരി എന്ന് സ്വയം അവനവനെ തന്നെ, മറ്റുള്ളവരോട് വിമർശിക്കാനല്ല, സ്വയം വിമർശിക്കുന്നതിനെയാണ് വിചാരം എന്ന് പറയുന്നത്. വിചാരം കൂടാതെ അന്യ സാധനങ്ങളെ കൊണ്ടൊന്നും ഒരാൾ ദൃഢപ്രതിഷ്ഠ നേടുന്നില്ല. ഏത് കാര്യമായിക്കോട്ടെ, ഉറച്ച തീരുമാനത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? പല പ്രാവശ്യം തൂണ് നാട്ടുന്ന ന്യായം പോലെ എന്ന് പറയും. അച്ഛൻ കൂർപ്പിച്ച തൂണ് നാട്ടുന്നത് പോലെ. ഒരു പ്രാവശ്യം നല്ലോണം ആഞ്ഞു തറച്ചപ്പോ എന്തായി? ഇത് ഉറച്ചു എന്ന് തോന്നി. പിന്നെ അത് ഇളക്കി പറിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? പിന്നെയും ആഞ്ഞു തറച്ചു. ഇങ്ങനെ പല പ്രാവശ്യം പറയ്ക്കുകയും തറയ്ക്കുകയും ചെയ്തു. ഇനി അത് പറക്കേണ്ടാത്ത അത്രയും ഉറച്ചു. പിന്നെ 1000 ആളുകൾ വന്നിട്ട് പറയുകയാണ്, ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, നിങ്ങളിതാ പൊയ്ക്കോളൂ, എടുത്ത് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ നിങ്ങളിത് ആചരിച്ചോളൂ എന്ന് പറഞ്ഞാൽ, അല്ലയോ സഹോദര, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാനിത് എന്താ അല്ലാതെ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് പഠിച്ചു. എന്താണ്? ആകാശത്തെ ചില നക്ഷത്രങ്ങളോ കയ്യിലെ ചില വരകളാണോ നിങ്ങളെ ഭാവി നിർണ്ണയിക്കുന്നതെങ്കിൽ എന്നൊക്കെ പഠിച്ചു പോയിട്ട് എന്തായി തീരും? അതും താനുമായ ഒരു പൊരുത്തവും ഇല്ലെങ്കിൽ. അപ്പൊ ആദ്യം ആ കേട്ടതിനെ കുറിച്ച് എന്തുകൊണ്ട് സ്വാമിജി അങ്ങനെ പറഞ്ഞു? സ്വാമിജി ഒന്നും പഠിക്കാതെ വിവരമില്ലാതെ പറഞ്ഞതാണോ? മറിച്ച് എന്താ, പഠിച്ചിട്ടാണോ പറഞ്ഞത്? എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞു? എന്താ? ഇനി വേറെ ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ ഒരു ചിന്ത ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോ ഈ ചൊവ്വാദോഷം അങ്ങനെയുള്ള ശനിദശയൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ എത്രയോ ആളുകൾ പിന്നെന്തുണ്ടാവുന്നുണ്ട്, അവര് ഉള്ള കാലം ചൊവ്വാദോഷമായിട്ട് മാറുന്നുണ്ട്, ഇല്ല? എത്രയോ പെൺകുട്ടികൾ, ഇല്ലേ? ആരും കൊണ്ടോ എത്രയോ വീടുകളിലുണ്ട്. എത്രയോ വയസ്സ് 40-50 ഒക്കെ ഉണ്ടാവും, ആരും കൊണ്ടേ ഉണ്ടാവില്ല. മറിച്ച് അവരെ അന്ന് തന്നെ അതൊന്ന് മാറ്റി വെച്ചിരുന്ന് അങ്ങനെ ഉപദേശിക്കുന്ന അവരുടെ അനുഗ്രഹം ഉണ്ടാവും. അനുഗ്രഹം നമ്മൾ പുറത്ത് കാണിക്കണതല്ലല്ലോ, ഇല്ലേ? എൻ്റെ അച്ഛനമ്മമാർ എന്നെ നേരാ കാലത്ത് ഈ ദോഷം പറഞ്ഞിരുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ, ഇല്ലേ? ഇല്ലെങ്കിൽ ആരാ ഉണ്ടാവുക? അങ്ങനെ ആ അനുഗ്രഹമാണോ നല്ലത്? ഈ ദോഷത്തിന്റെ പേരിൽ വലിയൊരു ദോഷം വാങ്ങിക്കുകയാണോ നല്ലത്? ഇങ്ങനെ സ്വയം അവനവൻ തന്നെ അവനവന്റെ പ്രവൃത്തികളെ തന്നെ വിചാരം ചെയ്യുന്ന ഒരാള് യാതൊരു സംശയവുമില്ല നന്നാവും. പിന്നെ ഒപ്പം ശാസ്ത്രം, ഏത് ശാസ്ത്രം എന്ന പേരിൽ യവനന്മാർ കൊണ്ടുവന്ന, ഈജിപ്തിൽ നിന്ന് യവനന്മാർ കൊണ്ടുവന്ന നിമിത്ത ശാസ്ത്രമാണ് ഏറ്റവും നല്ല കച്ചവടക്കാരായിട്ട് മാറിയത്. ഇത് തനത് ജ്യോതിഷത്തിന്റെ പേരിൽ ഇറക്കുമതി ചെയ്തതാണ്, അതിനെ ദുരുപയോഗം ചെയ്യുകയാണെന്നൊക്കെ അതും പഠിക്കണം. ഇത് മാത്രം പഠിച്ചിരുന്നാൽ പോരാ, ഒപ്പത്തിനൊപ്പം പ്രായോഗികമായിട്ട് ഇത് ഗുണകരമാണോ എന്നുകൂടി ചിന്തിച്ചാൽ വളരെ നന്നാവും. അതുകൊണ്ട് പതിക്കുമെന്നുള്ള ഭയം അവിടെ ഉണ്ടാവുന്നില്ല. ആദിത്യ ശങ്ക, അവിടെ ശങ്ക എന്നുള്ള ഒരു വിഷം ഉണ്ടാവുന്നില്ല. മറ്റൊരു ശങ്കയാണ്, ശങ്കയോട് കൂടി അതൊക്കെ എന്ത് ചെയ്യുമ്പോഴും ഒരു ശങ്ക ഉണ്ട്. എന്ത്, ഇപ്പൊ ശരിയാണോ, അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ള നിർവചിക്കുന്നുണ്ട് അവിടെ. അത് മനസ്സ് സദാ ചപലമാണ്.
മനസ്സ് ഇപ്പൊ പറഞ്ഞതല്ല കുറച്ച് കഴിഞ്ഞാൽ പറയും, തിരിച്ചും പറയും മറിച്ചും പറയും. അതുകൊണ്ടാണ് അതിനെ ഒരിക്കലും വിശ്വസിക്കരുത്. മനസ്സിനെ വിശ്വസിക്കുക കാരണമാണ് എന്ത് പലതിലേക്ക് നമ്മൾ ചെന്ന് വീഴും. അത് ശരിയാണ് എന്ന് തോന്നും. കോഴിക്കോട് സ്റ്റേഡിയത്തിനടുത്ത് കൂടെ ഇപ്പൊ പറയാൻ വയ്യ, അവിടെ ആ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പറയാൻ വയ്യ. ഇപ്പൊ അങ്ങനെ ആൾക്കാരെ കാണാറില്ല. മറ്റത് പണ്ട് അതിനടുത്ത് കൂടെ നടന്നു പോകുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. കൈനോട്ടക്കാർ ധാരാളം ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ വഴി റോഡിന്റെ ഇങ്ങേ സൈഡിൽ കൂടെ നടന്നു പോണ സമയത്ത് നമ്മളെ വിളിക്കും, നല്ല കൈയാണല്ലോ. എന്നിട്ട് എന്തെങ്കിലും ഒരു ലക്ഷണം അവരവിടെ വിളിച്ചു പറയും. നമ്മളെ ഒരു ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. കാരണം അത് കൈനോട്ടക്കാരനാണ്. കാരണം നമ്മളെ ഉള്ളിൽ ചന്തര തന്നിട്ടില്ല. ആ സമയത്ത് നമ്മൾ പോണ സമയത്ത് ആണ് എന്ത് ഇയാളുടെ വിളി. ഒന്ന് പോയി കൈ കാണിച്ചു കൊടുത്തു, എന്താ സ്ഥിതി? എന്താ സ്ഥിതി? പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ, കാരണം അയാള് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് അയാൾക്ക് പൊതുവെ സമൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ അയാൾക്ക് അറിയാം. സൈക്കോളജി അല്ലേ? അപ്പൊ അയാൾക്കതറിയാം. അപ്പൊ എന്ത് ചെയ്യുന്നു, അയാൾ ഈ പറയുന്നതിൽ എന്തിനെങ്കിലും ഒന്ന് നമ്മളൊന്ന് വീണു, പിന്നെ പറയുന്നതൊക്കെ ശരിയല്ല, ഉണ്ടാവില്ല. അത് വിട്ടുപോയതാ പറഞ്ഞത്. ഒരു 10-20 കൊല്ലം മുമ്പായി. അപ്പൊ പോകുന്ന സമയത്ത് വിളിച്ചു, നല്ല കയ്യാണല്ലോ. ഓ നല്ല കയ്യാ. എത്ര? 25 രൂപ മതി. അയ്യോ 25 രൂപയോ? 10 രൂപ തരാം. ഓ അത് മതി. 10 രൂപ പോയിന്ന് അപ്പൊ തോന്നിയിട്ടില്ല, കാരണം ശങ്ക തോന്നുന്നില്ലല്ലോ. പിന്നെ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, ഈ കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോയി. അങ്ങനെയാണ് അവിടെ വണ്ടൂർ പാണിയുണ്ട് ഒരാൾ നമ്മളെ വിളിച്ചു. കൂടെ ആത്മഹത്യക്കൊക്കെ പോരുന്ന ആളായിരുന്നു. അപ്പൊ അയാൾ വിളിച്ചു, നമുക്കൊരു കൈനോട്ടക്കാരൻ്റെ അടുത്തേക്ക് പോകല്ലേ? ഓ ശരി, നമ്മളതിനൊന്നും പോകണില്ല എന്നൊക്കെ അയാളോട് പറഞ്ഞിട്ടും അയാൾ നിർബന്ധിച്ചു. നിർബന്ധത്തിന് വഴങ്ങി അയാളുടെ കൂടെ ഒന്ന് പോയി. അയാളെ നിർബന്ധത്തിന് പോയത് എന്നെ അതിനൊന്നും കിട്ടില്ല എന്നൊക്കെയാണ് ഉള്ളിൽ കേൾക്കും. എന്നാലും അയാളുടെ ഒപ്പം പോയി. ചെന്ന സമയത്ത് അയാളെ കൈ നോക്കി പറഞ്ഞപ്പോ നമ്മളെ കൈ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നൊരു തോന്നല്. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ അയാളോട് പറഞ്ഞു നിങ്ങൾ ഒരു സന്യാസിയാവും. അയാളോട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ 2 കല്യാണം കഴിക്കും. ഉണ്ടായതാ വാണിയമ്പലത്തേക്ക്. ഇനിയിപ്പോ എന്തായാലും ധൈര്യമായിട്ട് പറയാലോ. ആള് അത് ശരി, അത് കേട്ടില്ലേ? കല്യാണം വന്നുകൂടും ചേതത്തിൽ നിരൂപിച്ചാൽ. അപ്പൊ അയാൾ പറഞ്ഞത് ശരിയാ അല്ലേ? മറ്റയാളോ കല്യാണം കഴിഞ്ഞു. അയാളിപ്പോഴും അയാളെപ്പോ കാണുമ്പോഴും എപ്പോ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അതിപ്പോ 2 കുട്ടികളുണ്ട്, പക്ഷെ 2 കല്യാണം കഴിച്ചില്ല, അയാൾ 1 കല്യാണം കഴിച്ചുള്ളൂ. സന്യസിക്കുന്ന ആള്, സന്യസിക്കുന്ന ഒരാള് അതൊക്കെ 2 കുട്ടികളുണ്ട്. ഭാര്യ സംസ്കൃത കോളേജിൽ ആണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അറിയുന്ന ആളാണ്. അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ പരിചയപ്പെട്ടു മനസ്സിലായ. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാല് ആ പറഞ്ഞത് എന്തായിരുന്നു അന്ന്? പിന്നെ ഇനി പോവോ? ഇനി ശങ്ക ഉണ്ടാവുമോ? അപ്പോഴും വേറെ ചിലര് പറഞ്ഞേക്കാം എന്ത്, അത് പറഞ്ഞെന്താണെന്നറിയോ, അത് കൈ മാറിപ്പോയതാണ്. അങ്ങനെയും പറയില്ലേ, അത് കൈ മാറിപ്പോയത്. എന്തോ ഇതില് നിങ്ങൾ 2 പേരെ കൂടി ചെന്നപ്പോ ഒരാളെ കയ്യിൽ പറയേണ്ട ലക്ഷണം മറ്റൊരാൾ പറഞ്ഞതാണ്. അതൊക്കെ വേണമെങ്കിൽ ന്യായീകരിച്ചേക്കാം, അതിൽ വിശ്വാസം ശങ്ക തീരാത്ത ഒരാൾ. പക്ഷെ അന്ന് മുതൽ പിന്നെ ഇന്ന് വരെ പോയിട്ടില്ല, ഇനിയിട്ട് പോവില്ല എന്നൊക്കെ. അതേ സമയത്ത് ജ്യോതിഷന്റെ റൂം ഉദ്ഘാടനം ചെയ്യാൻ പോയി ഇല്ലാന്നൊന്നും പറഞ്ഞു. അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര പഠിച്ച് പാടിയാൽ ഉപാസന ഉണ്ടോ എങ്കിൽ നേരെയാവും. ആര്? ജനങ്ങളല്ല, നിങ്ങള്. അല്ലാതെ എന്താ പറയാ? പക്ഷെ അയാൾ ഉപാസന അല്ല ചെയ്യുന്നത്. ഇപ്പോ അയാളുടെ മകളെ കല്യാണത്തിന് വിളിച്ചിരുന്നു. കല്യാണത്തിന് പൊതുവെ പോവാറില്ലല്ലോ.
പോവാറില്ല. അങ്ങനെ ആണ് ഒരു നിയമമായിട്ടൊന്നുമല്ല, അങ്ങനെ പോവാറില്ല. അപ്പോൾ അതേ സമയത്ത് എന്ത് ചെയ്തു, തലേ ദിവസം അതിൻ്റെ തലേ ദിവസം ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. പോകാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ വേറൊരു സ്വാമി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ദയവേത് പോകരുത് കേട്ടോ, കാരണം അവിടെ ചിക്കൻ ബിരിയാണിയാണ്. അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പോകരുത്. കാരണം മംഗളകർമ്മത്തെ അമംഗളമാക്കി തീർക്കുന്ന ആളാണ് ദൈവജ്ഞൻ എന്നറിഞ്ഞപ്പോൾ പോക്ക് വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് അയാള് ദിവസവും ഒരു ദിവസമെങ്കിലും വിദേശമദ്യം ഇല്ലാതെ കഴിയുന്നില്ല. അപ്പൊ അടുത്ത് കണ്ടിരുന്നു, വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു, നമ്മൾ പോയില്ല. ദൈവജ്ഞനാണ്, വളരെ ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ദൈവജ്ഞനാണ്, പ്രഗത്ഭനായ. സിദ്ധപുരുഷന്മാർ പോലും തങ്ങളുടെയും അന്യരുടെയും ശ്രേയസ്സിന് വേണ്ടി ശാസ്ത്രവിധികളെ മാനിക്കണം, അല്ലാത്ത പക്ഷം അപകടം വിണയാനിടയുണ്ട്. സിദ്ധപുരുഷന്മാർ എന്നാൽ സിദ്ധന്മാർ, സാധകനല്ല. സാധകൻ വഴി പിഴയ്ക്കാൻ ഇടയുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സിദ്ധൻ പിഴയ്ക്കുന്ന പറഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ആർക്ക് മനസ്സിലാവാനായി പറയുന്നത്? സിദ്ധന് മനസ്സിലാവാനല്ല, പിന്നെ ആൾക്കാ സാധകന് മനസ്സിലാവാനാണ്. അതുകൊണ്ട് നമ്മൾ സിദ്ധപുരുഷന്മാർ പോലും തങ്ങളുടെയും അന്യരുടെയും ശ്രേയസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ശാസ്ത്രവിധികളെ മാനിക്കണം അല്ല, മാനിക്കുന്നത് നാം കാണുന്നു. ആർക്ക് വേണ്ടിയാവും? ഇത് ഗീതയിലും കാണും. അർജുന, നിനക്ക് ആവശ്യമില്ലെങ്കിലും നീ ലോകസംഗ്രഹത്തിനായിക്കൊണ്ടെങ്കിലും നീ ചെയ്യൂ. നീ എന്നെ കാണുന്നില്ലേ? ഞാൻ ഒരു നേരം വെറുതെ ഇരുന്നാൽ എന്താവും സ്ഥിതി? അതുകൊണ്ട് നീ രോഗസ്ഥനായിട്ടാവണ്ട, രോഗമായിട്ട് ചെയ്യണ്ട, വിഷമായിട്ട് ചെയ്യണ്ട. പിന്നെന്ത് വേണം? ലോകത്തിനായിക്കൊണ്ടെങ്കിലും ഇത് വിഷമായിട്ട് നീ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, പിന്നെന്താ? ലോകത്തിന് വേണ്ടി നീ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സിദ്ധപുരുഷൻ അല്ലേ? ഭഗവാൻ സിദ്ധനല്ല എന്ന് പറയാൻ പറ്റില്ല, ഭഗവാൻ സിദ്ധനല്ല പറയാൻ പറ്റും, ഭഗവാൻ സാധകനാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ പോലും ഇങ്ങനെയാണ് കാണിച്ചു തരുന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ മടിയന്മാരായി തീരും എന്നതുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഉപദേശിച്ചതാണ്. സിദ്ധനെ വിലയിരുത്താൻ സാധകന് കഴിയില്ല, ഗുരുനാഥനെ വിലയിരുത്താൻ ശിഷ്യന് കഴിയില്ല, സംശയമൊന്നുമില്ല. കഴിയുമെങ്കിൽ അയാൾ ശിഷ്യന്റെ തലത്തിലിരിക്കാൻ യോഗ്യനുമല്ല. പക്ഷെ ഇവിടെ ആരാണ് പഠിക്കുന്നത്? അവരെ സംബന്ധിച്ച് അവർ പോലും. അപ്പൊ ഇവിടെ സിദ്ധൻ എന്നുള്ളത് കൊണ്ട് ലോകത്ത് വ്യവഹരിക്കുന്നവർ നിർത്തണം. ലോകത്ത് വ്യവഹരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമുക്കൊക്കെ തോന്നിയേക്കാം, ഞാൻ എല്ലാവരെക്കാട്ടിലും കേമനാന്നൊക്കെ തോന്നിയേക്കാം. അത് വിചാരിച്ചിട്ട് ആചരണങ്ങളൊക്കെ നിർത്തരുതേ. വീട്ടിലാരാണ് സിദ്ധൻ? വീട്ടിലാരാ സിദ്ധൻ? കുട്ടിയുടെ മുന്നിൽ സിദ്ധൻ ആരാ? അമ്മ, അച്ഛൻ അല്ലേ? അപ്പൊ വീട്ടിലെ സിദ്ധന്മാര് എന്ത് ചെയ്യണം? ശാസ്ത്രവിധികളെ മാനിക്കണം. അല്ല മക്കളെ, നിങ്ങൾ സന്ധ്യയ്ക്ക് നാമം ജപിച്ചോളൂ എന്ന് കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും? സർവ്വദേവന്മാരെയും ദ്രാഗിയും കൊണ്ട് നാമം ജപിക്കും. ഞങ്ങളൊക്കെ എത്ര ജപിച്ചതാ എന്ന് പറഞ്ഞിരിക്കുന്ന അച്ഛനമ്മമാരാണെങ്കിൽ അത് സിദ്ധന്മാരാ അല്ലേ? ഞങ്ങളൊക്കെ എത്ര ജപിച്ചവരാ എന്ന് പറയുന്നതാണ് അല്ലേ? നെടുവീർപ്പെടുന്നതാണ് ഇല്ല. അങ്ങനെ പറഞ്ഞിരുന്ന എന്താവും? കുട്ടികളുടെ കാര്യം എന്തായിരിക്കും? അച്ഛനമ്മമാരെന്താണോ ചെയ്യുന്നത് അത് അവർ പഠിച്ചിട്ടുണ്ടാവും. അടുക്കളയിൽ പണിയിട്ടാണ് ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവും. കിച്ചൺ മോഡലിൽ എത്രയായി തീരാം അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ അവർ സീരിയൽ കണ്ടിരിക്കുന്നുണ്ടാവും, അതും ശരിക്കും പഠിക്കും. അതുകൊണ്ടാണ് സിദ്ധന്മാർ ആണെന്ന് വിചാരിക്കുന്ന ആരാ? കുട്ടിയുടെ മുന്നിൽ സിദ്ധന്മാർ, ഞങ്ങൾ സാധകന്മാരാ, എന്തോ സാധിക്കാനുണ്ടല്ലോ അവർക്ക്, ആ തലത്തിലെത്താനുണ്ടല്ലോ, യാത്ര ചെയ്യുന്നവരല്ലേ, അവർ സാധകന്മാരാണ്. സിദ്ധന്മാരാരാ? അമ്മയച്ഛന്മാർ. അച്ഛനോ? സന്ധ്യയ്ക്ക് അവിടെ അച്ഛനെ കാണാനില്ല, പണി കഴിഞ്ഞു വന്നു, ജോലി കഴിഞ്ഞു വന്നു, എന്നിട്ട് എന്താ പണി? എന്നിട്ട് വേറെ എവിടെയോ ആരെങ്കിലും മര്യാദയ്ക്ക് വല്ല കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ പേടിയ കച്ചവടം മുടക്കാൻ വേണ്ടി അതിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഓപാലത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ. ഇത് ഞങ്ങൾക്ക് പറഞ്ഞ പണിയില്ല. കുട്ടികളെന്താ? കുട്ടികളെ നാമം ജപിക്കാറുണ്ട്, വീട്ടിൽ നല്ല നാമജപം നടത്തും. എന്തായിരിക്കും ബാക്കി പത്രം? ഇത്രയും കാലം നാമം ജപിച്ചിട്ട്
ആ നാമത്തെയും നാമിയെയും പറയിപ്പിക്കുന്ന വിധത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം. കാരണം അവരേറ്റവും കൂടുതൽ വീക്ഷിക്കുന്നത് ആരെയായിരിക്കും? ഈ പോണം, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കും പോകണം, ഇത് വല്ലാത്തൊരു നാമജപാണ്, ഈ സമയത്ത് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലല്ലോ. കുറച്ച് മുതിർന്ന കാണാം വീട്ടിൽ ഉണ്ട്, അച്ഛൻ ഒരു വഴിക്ക് പോയി, മകൻ വേറെ വഴിക്ക് പോയി. സന്ധ്യ കഴിഞ്ഞിട്ട് വരുന്നവരിലാണ് അധികം 4 കാല് വരുന്നത്, സംശയമല്ല. സന്ധ്യയ്ക്ക് വ്യവഹാരം അരുതേ എന്ന് ശാസ്ത്രം വിധിക്കും. എന്തിനു വേണ്ടി? ഇത് കണ്ടിട്ടെങ്കിയാവും. സന്ധ്യയ്ക്ക് വ്യവഹാരം അരുതേ. സന്ധ്യയ്ക്ക് വ്യവഹാരത്തിന് പോയാലാണ് എന്തുണ്ടാവുന്നത്? സന്ധ്യയ്ക്ക് എല്ലാവരും വീട്ടിൽ ഒത്തുകൂടി, വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേർന്നാൽ എന്തായി? വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. സംശയം. അതുകൊണ്ടാണ് ലോകോതി താവദേവ ഭോജനാദി വ്യാപാരസ്തു അശരീരധാരണാവധി ലോക അപി ലൗകികാചാരങ്ങളും താവദേവ അതുവരെ വേണം. ഭോജനാദി വ്യാപാരത്തു ആഹാരാദി വ്യാപാരമാവട്ടെ ആ ശരീരധാരണാവധി ശരീരം നിലനിൽക്കുന്ന കാലത്തോളം ഭവതു ഉണ്ടായിരിക്കട്ടെ. അതിനെ നിർവചിക്കുകയാണ് 14ാമത്തെ സൂത്രം കൊണ്ട്. എന്താ പറയുന്നത്? ലോക അപി, ലോകം എന്ന് പറഞ്ഞാൽ ലോക്യതേ, ദൃശ്യതേ, ബുദ്ധ്യതേ, ഇതി ലോകം, കാണപ്പെടുന്നത് അല്ലേ, ഭുജിക്കപ്പെടുന്നത് ആണ് ലോകം. ഒന്നുകൂടി പറഞ്ഞാൽ ലോകത്ത് ജീവിക്കുന്നവർ ലോകമര്യാദയെ പാലിക്കണം. വലിയ സിദ്ധനാണ് എന്ന് വിചാരിച്ചാൽ എവിടെ പോയി കൂടാം? വല്ല ഗുഹകളിലോ ഹിമാലയത്തിലോ അടങ്ങിക്കൂടിയേക്കുക. പിന്നെയോ ലോകത്ത് ജീവിക്കുന്നവര്, ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയപ്പോ കണ്ടില്ലായിരുന്നു? ഇന്നത്തെ പത്രത്തിലൊരു കാഴ്ച കണ്ടില്ല? കൊച്ചിയില് 100 മീറ്റർ ഓടിയത് കണ്ടില്ല? രണ്ടാമത്തേണ്. ഇതിനു മുമ്പ് 5 പേര് ഒന്നിച്ച് കൂട്ടോട്ടാണ് ഓടിയത്. ഇപ്പൊ എന്തായി? അങ്ങനെ കൂട്ടോട്ടം ഓടി. ഇപ്രാവശ്യം ഒരാൾ ഓടി. ആ ഓടിയത് പത്രമാധ്യമങ്ങളും ഒക്കെ കൂടിയിട്ട് ഇപ്പൊ പത്രത്തിലെ ഫോട്ടോ ഇല്ലേ കൊടുത്തത്? അത് ലോകമര്യാദയെ പാലിച്ചോ? എന്താ അഭിപ്രായം? അത് വലിയ വ്യാമമായിട്ട് കൊടുത്തു. അപ്പൊ ലോകത്ത് ജീവിക്കുന്നവർ ലോകമര്യാദയെ പാലിക്കണം. വേണമെങ്കിൽ അയാൾ പറഞ്ഞേക്കാം, വലിയ ശ്രേഷ്ഠരായ സന്യാസിമാരുണ്ട് ഹിമാലയത്തില്, ഒരു നൂല് പോലും ഇല്ലാതെ ഹിമാലയത്തില്, ഇവിടെ ആയ പിടിച്ച് കെട്ടിന്ന് വരും അല്ലേ? എന്താ നമ്മൾ ലോകത്ത് ജീവിക്കുന്നവർ ലോകമര്യാദയെ പാലിക്കണം. അപ്പൊ ചോദ്യം, അവധൂതന്മാരൊക്കെ അവര് നിങ്ങളെ ലോകത്ത് കെട്ടിയിട്ടോന്നോ അഴിച്ചു വിട്ടോന്നോ അവരെ അന്വേഷിക്കുന്നില്ല. പ്രശ്നമല്ലേ? അവരെ നമുക്ക് പ്രശ്നമല്ലേ? പിന്നെ അവരെ കുറിച്ച് നമ്മളെന്ത് ചർച്ച ചെയ്യണം? ലോകത്ത് പ്രസംഗിക്കുന്നവര്, ലോകത്ത് പ്രവർത്തിക്കുന്നവര്, ലോകത്തിനോട് ഉപദേശിക്കുന്നവര് ലോകത്തിന്റെ തലത്തിലേക്ക് അല്ല, അതിനും താഴോട്ട് ഇറങ്ങിയിരുന്നു. ഭഗവാൻ അവതാരം എന്ന് പറയുമ്പോൾ അവതര രക്ഷണ എന്ന അർത്ഥത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വരുന്ന സമയത്ത് ലോകമര്യാദയെ പാലിക്കുന്നത്. ഉടലോടെ സ്വർഗത്തിൽ പോകുന്നതാണ് അതിന് സമ്മതിച്ചിട്ടില്ല, ഇനി ഒരിക്കലും പോവാതെ ആക്കിയത്. അത് ലോകമര്യാദയല്ല. നമ്മളെപ്പോഴെന്ന് അമാനുഷികങ്ങളായ ചില കഴിവുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഉത്തമാംഗം വെട്ടിപ്പൊളിക്കുന്നത് കാണുമ്പോൾ ഇതാണ് ദൈവം കയറിയത് എന്ന് പറഞ്ഞ് നമ്മൾ അതിന് മുകളിൽ മനസ്സിലായില്ല. അത് ഭക്തിയുടെ വലിയൊരു ഭാവമായി നമ്മൾ ചിത്രീകരിച്ചു, അതിനെ പ്രചരിപ്പിക്കും. അതല്ല അവിടെ പറഞ്ഞത്. അമാനുഷികമായ കഴിവല്ല, മാനുഷികമായ കഴിവ്. അതെന്താ? മർത്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം, മനനശേഷി, വിശേഷബുദ്ധി. ആ വിശേഷബുദ്ധിയുള്ള ഒരാള് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയൊക്കെ ആവാം, ഇങ്ങനെയൊന്നും ആരുത് എന്നുള്ളൊരു സാമാന്യ മര്യാദ ഉണ്ട്. ആ സാമാന്യ മര്യാദയാണ് ലോകമര്യാദ. ആ ലോകമര്യാദയ്ക്ക് ഉപരി താനോ ആരോ ആവട്ടെ, ശരീരബോധം ഇല്ലാത്ത ആളാവട്ടെ, പക്ഷെ അതല്ല, അതെവിടെ? ലോകം. വ്യവഹാരത്തിൽ അതാവരുത്, പരമാർത്ഥത്തിൽ അതാവട്ടെ. കുടം വെള്ളം മുക്കണമെങ്കിൽ കുടത്തെ ഞാൻ അംഗീകരിക്കണം, പക്ഷേ കുടം മണ്ണാണെന്ന് പറഞ്ഞിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പരമാർത്ഥത്തിൽ ഇത് മണ്ണല്ല, ഇത് കുടമായിട്ടില്ലല്ലോ. പക്ഷെ വ്യവഹാരം നടക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ കുടം എന്നുള്ളതിനെ അംഗീകരിച്ചേ പറ്റൂ, അപ്പോഴേ വ്യവഹാരം നടക്കും. വ്യവഹാരത്തിൽ ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, വ്യവഹാരത്തിൽ അതുണ്ട്. ഞാൻ പരമാർത്ഥത്തെ ദർശിച്ച ആളാണ്, അതുകൊണ്ട് എന്താ എന്തും ആവാം. അടി കിട്ടും. ഞാൻ സന്യാസി അവിടെ ഇരിക്കുന്നുണ്ട്,
പരമാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമോ? പരമാർത്ഥത്തിൽ ചർച്ച ഉണ്ടോ? പരമാർത്ഥത്തിലൊന്നുമില്ലല്ലോ. ഇപ്പൊ ഈ ചർച്ച ഉണ്ടോ? ക്ലാസ് അവിടെ ക്ലാസ് എടുക്കുന്നത് എന്താ? പരമാർത്ഥത്തിലുള്ള ക്ലാസ്സാണ് അല്ലേ? അവിടെ കേരള ക്ലാസ് ഇറക്കുന്നത് എന്ത് ക്ലാസ്സാണ്? പരമാർത്ഥത്തെക്കുറിച്ച്, പരംതത്വത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. പരംതത്വത്തെക്കുറിച്ച് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ്സുകൾ വരെ വ്യവഹാരത്തിലാണ്. അത് പരംതത്വത്തെ സൂചിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു സൂചന തരുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നതൊക്കെ എന്തിനാണ്? വ്യവഹാരത്തിന് തന്നെയാണ്, വ്യവഹാരത്തിൽ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ലോകോപി താവദേവ ഭോജനാദി വ്യാപാരത്തു ആ ശരീരധാരണാവധി, ശരീരധാരണ അവധി വരെ ആഹാരാദി കാര്യങ്ങളെയും എന്ത് വേണം? തുടരേണ്ടിയിരിക്കുന്നു. ശരീരം നിലനിൽക്കണമെങ്കിൽ ഹിമാലയത്തിലുണ്ട് 300 കൊല്ലം ജീവിക്കുന്നവർ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറയാൻ നല്ല എളുപ്പമുണ്ടാവും. അവരോട് ചെന്ന് ചോദിച്ചാൽ എന്ത് അറിയൂ? അതൊക്കെ ആളുകൾ എന്നെ കുറിച്ച് പറയുന്നതാ, ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് പറയും. അങ്ങനെ ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞ മനസ്സിലായില്ല. 300 കൊല്ലമൊക്കെ അത് വലിയ കഴിവാ. എവിടെ? അവർക്ക് 300 കൊല്ലം ഉണ്ടാവില്ല. 100 കൊല്ലത്തിലധികം ഇനി വേണമെങ്കിൽ മറ്റൊരു കണക്ക് അനുസരിച്ച് 116-ലധികം ദിവസങ്ങളും കൂട്ടിയാൽ 120 വയസ്സിട്ടില്ല. അങ്ങനെ ജീവിക്കുന്നു വേണമെങ്കിൽ പറയാം. അതിലപ്പുറം പോയി എന്ന് പറഞ്ഞാൽ അത് സാമാന്യ മര്യാദയ്ക്ക്, ലോകമര്യാദയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. പറ്റുമോ? പറയുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു കൊടുക്കുന്നുമ്പോഴും കൂട്ടി പറയുകയാണ്. അത് ഉദന്തങ്ങളാണ്. കേട്ട് കേൾവി അങ്ങനെ പറഞ്ഞു 10 വർണ്ണം മാറിയിടുമ്പോൾ മുഹൂർത്തം മൂത്രമായിടും. അതുകൊണ്ട് സാമാന്യ മര്യാദയെ ഭേദിക്കരുത് എന്നാണ് ഏത് ഇത്രയും പഠിച്ച സൂത്രത്തിൽ നിന്ന് നമുക്ക് സംക്ഷിപ്തമായി മനസ്സിലാക്കേണ്ടത്. സാമാന്യ മര്യാദയെ ഭേദിക്കുന്നത് വിശ്വസിക്കരുത്. അയാൾ ജോലി ചെയ്യാൻ വേണ്ട, വല്ല ഗുണം ഉണ്ടെങ്കിൽ മാത്രം മതി. അയാളുടെ വിശ്വാസം അയാളെ രക്ഷിക്കുകയാണെങ്കിൽ ആവട്ടെ, നല്ലത്. പക്ഷെ നമ്മളെ ഒന്നിനും ദോഷം ഉണ്ടാവരുത്. ദോഷം ഉണ്ടാവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് പരസ്യമാക്കണം, അങ്ങേയറ്റം നിഷേധിക്കണം. എങ്ങനെ? പ്രമാണജന്യമായിട്ട് തന്നെ നിഷേധിക്കണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ന്യായീകരിക്കും. കള്ളു കുടിക്കുന്നതിനെ ന്യായീകരിക്കും, സംശയമൊന്നുമില്ല. അപ്പൊ എന്ത് വേണം? പിന്നെ ന്യായീകരിക്കുന്ന ആളെ അടിച്ചിരുത്താൻ അല്ലേ കഴിയണം. അതിനെന്ത് വേണം? അതിന് ദോഷവശങ്ങളെ കൂടുതൽ പറയാൻ. അതുകൊണ്ട് കൂടുതൽ ദോഷമുള്ളതും കുറച്ച് ഗുണം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ തയ്യാറാണ്. ശരി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.